ഹിമാലയത്തിന്റെ താഴ്വാരങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന കനകലം. അവിടെ ആരംഭിക്കുകയായിരുന്നു ലോകങ്ങളെ നടുക്കിയ ദക്ഷമഹായാഗം. ബ്രഹ്മാവും വിഷ്ണുവും ദേവഗണങ്ങളും മുനിമാരും യാഗശാലയിൽ ഒത്തുകൂടി. പക്ഷേ ഒരാളുടെ അഭാവം അവിടെ വ്യക്തമായിരുന്നു, മഹാദേവന്റെ. ശിവനെ ക്ഷണിക്കാതെയുള്ള യാഗം പൂർണ്ണമാകില്ലെന്ന് ദധീചി മുനി മുന്നറിയിപ്പ് നൽകി. എന്നാൽ അഹങ്കാരിയായ ദക്ഷൻ ആ വാക്കുകൾ നിരസിച്ചു. ദക്ഷന്റെ അഹങ്കാരം ശിവനിന്ദയായി പൊട്ടിത്തെറിച്ചു. ആ സമയം ഗന്ധമാദനത്തിലെ പുഷ്പവനങ്ങളിൽ തോഴിമാരോടൊപ്പം വിഹരിച്ചിരുന്ന സതീദേവി ചന്ദ്രനെയും രോഹിണിയെയും കാണുന്നു. അവരുടെ യാത്ര പിതാവ് നടത്തുന്ന മഹായാഗത്തിലേക്കെന്നറിഞ്ഞ് സതീഹൃദയം ആകാംക്ഷാഭരിതമായി. ക്ഷണം ലഭിച്ചില്ലെങ്കിലും പിതൃഗൃഹത്തിലേക്ക് പോകണമെന്ന് ദേവി ആഗ്രഹിച്ചു. മഹാദേവന്റെ മുന്നിൽ ദേവി തന്റെ ആഗ്രഹം തുറന്നു പറഞ്ഞു. ക്ഷണിക്കാത്ത സ്ഥലത്തേക്ക് പോകേണ്ടെന്ന് മഹാദേവൻ സതിയെ ഉപദേശിച്ചു. മറ്റ് ദേവന്മാരെയെല്ലാം യാഗത്തിന് ക്ഷണിച്ചിട്ടുണ്ട് എന്നും ക്ഷണിക്കാതെ പോകുന്നത് അപമാനമാണെന്നും ശിവൻ പറഞ്ഞു. യജ്ഞം തന്നെയായിരിക്കുന്ന അങ്ങയെ എന്തുകൊണ്ടാണ് അച്ഛൻ ക്ഷണിക്കാതിരുന്നത് എന്നറിയാൻ ഞാൻ പോകുക തന്നെ ചെയ്യും എന്ന് രോഷാകുലയായി സതി പുറപ്പെട്ടു. സ്വപിതാവിനാൽ അപമാനിതയായി ദേവി ഇനി തിരിച്ചുവരില്ല എന്ന് മഹേശ്വരൻ ചിന്താകുലനായി.